എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെയല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ UK വിട്ട് നാട്ടിലോട്ട് പോകാൻ പോവുകയാണെന്ന്. അപ്പം ഞങ്ങൾ ആദ്യമേ ഈ ഡിസിഷന് ബേസായിട്ട് വെച്ചിരുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങളുടെ വീട്. അപ്പോൾ ഈ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ പൈസ കൊണ്ട് നമുക്ക് നാട്ടിലോട്ട് മാറാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഐഡിയ. അപ്പോൾ ഞങ്ങൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ബ്രേക്ക് പോയിൻ്റായിട്ട് വെച്ചത് നമുക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുക, നമ്മൾ ഉദ്ദേശിക്കുന്ന വാടക കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. ബാ. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു എസ്റ്റേറ്റ് ഏജൻറ്റിനെ, ഒന്നല്ല പല എസ്റ്റേറ്റ് ഏജൻസിൻ്റെ അടുത്ത് പോയി അവരെല്ലാം വന്ന് നമ്മളുടെ വീട് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് ഇവിടെ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരുപാട് ആൾക്കാർ വീട് കാണാൻ വരും. നമ്മൾ വീട് കാണാൻ വരുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇടണ്ടേ, അങ്ങനെ ഇടും. ഇവർ വന്ന് കാണാൻ പോകും. നമുക്കൊരു ഫീഡ്ബാക്ക് ഒന്നും തന്നൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ നമ്മളുടെ വീട് എടുക്കാഞ്ഞത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അപ്പം നമ്മൾ റെന്റ് കുറച്ച് ഹൈ ആയിട്ടാണ് വെച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു നെസസിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇത് ചെയ്യാൻ. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ഇത്രയും റെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു സ്റ്റാൻഡ്. പക്ഷെ അപ്പം നമുക്ക് ആ റെന്റിന് നമുക്ക് ആൾക്കാരെ കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മൺഡേ നമ്മൾ വിചാരിച്ചു, ഇത് നടക്കാൻ പോണില്ല, ഇത് ശരിയാവാൻ തോന്നുന്നില്ല എന്ന് കരുതി വി ഓൾമോസ്റ്റ് ഗേവ് അപ്പ്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഷോൺ പുതിയൊരു ഇതുമായിട്ട് വന്നത്, കോർപ്പറേറ്റ് റെന്റൽ ചെയ്ത് നോക്കാവുന്ന. കോർപ്പറേറ്റ് റെന്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി നമ്മുടെ വീടെടുക്കും, അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ വാടകയ്ക്ക് എടുക്കും. അത് ചിലപ്പോൾ ഒരു ഫാമിലിക്കായിരിക്കും, അല്ലെങ്കിൽ കുറേ പേർക്കായിരിക്കും. HMO എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് ഇവിടെ. അതെന്താണ്? ഹൗസ് വിത്ത് മൾട്ടിപ്പിൾ ഓക്യുപ്പൻസ്, ഹോം വിത്ത് മൾട്ടിപ്പിൾ ഓക്യുപ്പൻസ്, അങ്ങനെ എന്തുവാ. പക്ഷെ അത് ഓരോ ബൊറോയിലും ഓരോ കൗൺസിലിനും അതിന് വേറെ വേറെ നിയമങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ റിച്ച്മണ്ട് കൗൺസിൽ ആയതുകൊണ്ട് നമ്മൾക്ക് 5 പേരെ ഒരു വീട്ടിൽ ഈ HMO ലൈസൻസ് ഇല്ലാതെ എടുക്കാം. പക്ഷെ നമ്മൾ ഹൗൺസ്ലോ കൗൺസിൽ ആയിരുന്നെങ്കിൽ 4 പേരെ പറ്റത്തുള്ളായിരുന്നു. സോ അങ്ങനെ വന്നപ്പോൾ നമ്മൾക്കത് ചെയ്യാവുന്ന ഒരു ഇതായിട്ട് വന്നു. അങ്ങനെ കോർപ്പറേറ്റ് റെന്റൽ ചെയ്യുന്ന ഒരു കമ്പനിയെ കണ്ടുപിടിച്ചു. നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി, ഞാനത് പിന്നെ പറയാവേ. അപ്പൊ അവര് വന്നു, അവര് നമ്മുടെ വീടൊക്കെ കണ്ടു, അവർക്ക് ഇഷ്ടമായി. അപ്പൊ അവര് നമ്മൾക്കൊരു ഓഫർ തന്നു. ആൻഡ് ദാറ്റ് ഓഫർ വാസ് എ വെരി ഗുഡ് ഓഫർ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടൊക്കെ കേട്ടോ. ഈ കിച്ചൺ ഞങ്ങൾ പുതിയതായിട്ട് 1 വർഷത്തോളമേ ആയുള്ളൂ ഈ കിച്ചൺ ചെയ്തിട്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര അടുക്കി പെറുക്ക് വൃത്തിയാളല്ല. സോ എൻ്റെ വീടൊക്കെ ഇച്ചിരി ഒന്നും അലമ്പായിട്ടൊക്കെ കിടക്കുന്നത്. സോറി ഫോർ ദാറ്റ്. യെസ് മാഡം. ഇതൊക്കെ ഈ ഒരു ഔട്ട് ഹൗസും കൂടിയുണ്ട്. ഇത് നമ്മൾ Airbnb കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡിയോയാണ്. അത് നമ്മുടെ പഴയ ഗ്യാരേജ് ആയിരുന്നു, അത് കൺവേർട്ട് ചെയ്ത് Airbnb ആക്കി. അവിടെ ഇപ്പോൾ ഓൾറെഡി ഒരാൾ താമസിക്കുന്നുണ്ട്, കുറച്ച് ആഴ്ചയും കൂടി ഉണ്ട് അയാൾ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും കൂടെ കൂട്ടിയാണ് ഈ കോർപ്പറേറ്റ് കമ്പനി എടുത്തേക്കുന്നത്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര സൗകര്യം. നമുക്ക് ഇനിയിപ്പോൾ ഈ വീട് പെയിൻ്റ് അടിക്കുകയോ വൃത്തിയാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട, എംറ്റി ആയിട്ട് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. നമ്മളുടെ എല്ലാ സാധനങ്ങളും മാറ്റി എംറ്റി ആയിട്ട് അവർക്ക് കൊടുത്താൽ മതി. അവർ വൃത്തിയാക്കി അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ആക്കി നമ്മളുടെ ലിവിങ് റൂം സ്പേസ് അവർ ഒരു ബെഡ്റൂമും കൂടി ആക്കും. അങ്ങനെ ഈ വീട്ടിൽ 4 പ്രൊഫഷണൽസും അതിനകത്ത് ഒരാളുമായിട്ട് അവർ 5 പേർക്കായിട്ട് കൊടുക്കും. അപ്പോൾ അവർക്കും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമല്ലോ. അപ്പം 3 വർഷത്തേക്ക് അവർ നമ്മളുമായിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞില്ല ഞങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പം അത് പറഞ്ഞപ്പോൾ അവർ അതിനകത്തൊരു ക്ലോസും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 വർഷം കഴിഞ്ഞ് വരുമ്പം അവർക്ക് എനിക്ക് തോന്നുന്നു 1 മാസം ഫ്രീ ഓഫ് റെൻ്റോ അങ്ങനെ എന്തോ ചെയ്യണം. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ അവർ നമ്മളുടെ വീടെടുത്തു. ഇതാണ് നമ്മളുടെ ഒരു മുറി. ഇതിപ്പം ഷോന്റെ ഓഫീസായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ്. പക്ഷെ ഇത് ആക്ച്വലി ഇവിടുത്തെ നമ്മളുടെ വീടിന്റെ പ്ലാനൊക്കെ പ്രകാരം ഇതൊരു ബെഡ്റൂമാണ്. ഇതിന് ബോക്സ് റൂം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു കട്ടിൽ, പണ്ട് പിള്ളേർ കൊച്ചായിരുന്നപ്പോൾ ഇത് അവരുടെ നഴ്സറി ആയിരുന്നു.
അപ്പൊ ഇതിനകത്ത് ഒരു ബെഡും ഒരു കുഞ്ഞു ടേബിളും ഒക്കെ ഇട്ട്, ഇവിടെ സാധാരണ വീടുകളിൽ ഇതൊരു ബെഡ്റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിത് ഒരു ഓഫീസായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന അവര് ഇത് ബെഡ്റൂം ആക്കത്തില്ല, കാരണം അവർ കുറച്ചും കൂടെ ഹൈ എൻഡ് പ്രൊഫഷണൽസിനെ എയിം ചെയ്യുന്നവരായതുകൊണ്ട് ഇത് ഇത്രയും കൊച്ചു സ്പേസിൽ ഒരാളെ ഇടത്തില്ല. അതാണ് അവരുടെ ഒരു സിസ്റ്റം. ഇതാണ് ശരിക്കും ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇതൊരു നല്ല സൈസ് റൂമാണ്, നല്ല ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യം വന്നപ്പം മേടിച്ച ഒരു വാർഡ്രോബാണ്. ഇത് നമ്മളുടെ മാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ വാർഡ്രോബാണെന്നാണ് അവർ പറഞ്ഞത്, ആയിരിക്കും ചിലപ്പോൾ. ഇതൊക്കെ ഇനി നമ്മൾ വിൽക്കണം. ഈ ഫർണിച്ചർ എല്ലാം നമ്മൾ ഒന്നുകിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ചാരിറ്റിക്ക് കൊടുക്കുകയോ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ഞങ്ങൾക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുക്കാൻ താല്പര്യമില്ല, കാരണം ഇതിന് നല്ല വില കൊടുത്ത് നമ്മൾ മേടിച്ചതാണ്. അപ്പം UK താമസിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഒരു വിലയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് മുഴുവൻ ഞങ്ങളുടെ തുണി കൊള്ളത്തില്ലല്ലോ, ഇത് കണ്ടോ. അത് കാരണം ഷോൺ വേറെ ഒരു ക്ലോത്ത്സ് റെയിൽ മേടിച്ച് ഷോണിൻ്റെ തുണി മുഴുവൻ. ഷോൺ ഒരു പാട്ടുകാരനും കൂടിയാണ്. അപ്പം ഷോണിന് singer.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കണ്ടോ ചിക്കി ചിക്കിറ്റാന്ന് തിളങ്ങുന്ന സൂട്ടൊക്കെ ഇട്ട് പാട്ട് പാടുന്ന ആളാണ്. ഇതാണ് നമ്മുടെ പെൺപിള്ളേരുടെ മുറി. ഇവിടെയാണ് അവർ 3 പേരും ഈ റൂമിലാണ് ഉറങ്ങുന്നത്. പക്ഷെ ഈ മുറിയിലോട്ട് നമ്മൾ സാധാരണ ഉറങ്ങാൻ വേണ്ടി മാത്രമേ അവർ വരാറുള്ളൂ. അവർ ഹോം സ്കൂൾ ചെയ്യുന്ന പിള്ളേരായതുകൊണ്ട് അവർ മോസ്റ്റ് ഓഫ് ദി ടൈം ഡൗൺ സ്റ്റേഴ്സ് അവർക്ക് പഠിക്കാനുള്ള സ്പേസ് താഴെ ലിവിങ് റൂമിലുണ്ട്, അവിടെയാണ് കൂടുതൽ. ഇവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമേ അവർ വരാറുള്ളൂ. സോ ഈ ബങ്ക് ബെഡ് വി ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ്. പിന്നെ ഇളയ മോളുടെ കട്ടിൽ നമ്മൾ ഓൾറെഡി അത് നമ്മൾ ഡിസ്പോസ് ചെയ്തു. അവള് മെത്തയിലൊക്കെ കിടക്കുന്നത്, താഴെ പോകുന്ന പേടിക്കുകയും വേണ്ടല്ലോ. ഈ വാർഡ്രോബ് നമ്മൾ IKEA നിന്ന് മേടിച്ചതാണ്. ഇത് ചിലപ്പം അവർക്കൊരു കണ്ണുണ്ട് ഇതില്, അപ്പം ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പൊക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബാത്റൂം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഇത് ശരിക്കും ഒരു ബാത്ത് ഉള്ള ബാത്റൂം ആയിരുന്നു നമ്മളിത് മേടിച്ചപ്പോൾ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ബാത്ത് അധികം യൂസ് ചെയ്യുന്നില്ല. പിള്ളേര് കുഞ്ഞായിരുന്നപ്പം കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കാൻ ബാത്ത് ഈസി ആണല്ലോ, അങ്ങനെ യൂസ് ചെയ്തല്ലാതെ പിള്ളേരെല്ലാം ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാത്തിന്റെ ആവശ്യം നമുക്കില്ലാതെ വന്നു. അതുകൊണ്ട് നമ്മളിതൊരു ഷവർ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റി. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് ബാത്തില്ല. പിന്നെ ഈ ലോഫ്റ്റ് ഞങ്ങൾ ഈ വീട് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്താണ്. ഇത് പഴയ തട്ടുംപുറമായിരുന്നു. ഇത് വൃത്തിയാക്കിയെടുത്ത് നമ്മളിത് കുറച്ച് നാള് ഇത് Airbnb ആയിട്ട് റൺ ചെയ്തായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മുടെ വീട്ടിലിങ്ങനെ ആൾക്കാരൊക്കെ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പിള്ളേർ ഇച്ചിരിയും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ വെളിയിൽ നിന്ന് ആൾക്കാർ വീടിൻ്റെ അകത്ത് കയറണ്ട എന്നൊരു ഡിസിഷനിൽ വന്നു. ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒഴിവാക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ഉള്ളത് കാരണം എല്ലാം ഇങ്ങനെ എടുത്ത്, ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗസ്റ്റ് റൂമാണ്. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പം 3ാമത്തെ നില കയറിയപ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു എക്സ്ട്രാ സ്പേസ് ആയിട്ടും ഗസ്റ്റ് റൂമായിട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഗസ്റ്റ് ഉണ്ട് കേട്ടോ, ആരെങ്കിലും ഒക്കെ വരും നമ്മുടെ വീട്ടിൽ താമസിക്കാൻ. അതുപോലെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ ഹീത്രോയുടെ അടുത്തായത് കാരണം ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഇതില് നമ്മൾക്ക് ബാത്തും ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾക്കൊരു ബാത്തുണ്ട്. അപ്പൊ പിള്ളേർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ബാത്ത് ടൈം ഉണ്ട്. അപ്പൊ അവരിവിടെ വന്ന് അവരെ ഇവിടെ കുതിരാനിട്ടിട്ട് ഞാൻ പോയി എൻ്റെ പണി ചെയ്യും. അതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ വീട്. ഈ വീട് നമ്മള് ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തു. അവര് ജൂലൈയിൽ വന്ന് അവര് ടേക്ക് ഓവർ ചെയ്യും. അവര് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. പക്ഷെ ദ ഹ്യൂജ് ടാസ്ക്, എനിക്ക് നാട്ടിലോട്ട് പോകുന്നതിലും ഒക്കെ വലുതായിട്ട് തോന്നുന്ന ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ വീട് കാലിയാക്കണം. നമ്മുടെ സാധനങ്ങളെല്ലാം അത് എന്താ വെച്ചാൽ ഞങ്ങൾ സ്റ്റോറേജിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെയുള്ള ഒരു 90% സാധനങ്ങളും ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതല്ല. ഇവിടെ ഫ്രീ സൈക്കിൾ എന്നൊരു പരിപാടിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതുകൊണ്ട് നമ്മുടെ ഫർണിച്ചേഴ്സും ഒരുപാട് സാധനങ്ങൾ ഈ വീട്ടിലുള്ളത് നമ്മൾ ഫ്രീ സൈക്കിൾ വഴി ഫ്രീ ആയിട്ട് കളക്ട് ചെയ്തതാണ്.
അതുകൊണ്ട് ഇതെല്ലാം വിറ്റ് അതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കണം, അല്ലെ നമ്മൾ ഇത്രയും പൈസ മുടക്കി മേടിച്ച സാധനം അല്ലേ അതെങ്ങനെ ചുമ്മാ കൊടുക്കും, അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കാം. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാലും ഇത് വേണ്ടിയവരെ കണ്ടുപിടിക്കണ്ടേ. അപ്പം നമുക്കിനി 2.5 മാസം കൂടെ ഉള്ളൂ. അപ്പം അതൊരു വലിയ ടാസ്ക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനങ്ങളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം വേഗം? ഇപ്പം നമ്മളിതിപ്പം ചില സൈറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി നമുക്ക് ഇച്ചിരി പരിചയമുള്ള പരിപാടിയാണ്, ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടി. എങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാനും. പിന്നെ ഇതൊക്കെ കളക്ട് ചെയ്യാൻ ആൾക്കാർക്ക് അതിന് പറ്റിയ വലിയ വണ്ടികൾ വേണ്ടേ. അപ്പോൾ അവർ ചിലപ്പോൾ ഫ്രണ്ട്സിനോടോ ഒക്കെ ഹെൽപ്പ് ചോദിച്ചിട്ടായിരിക്കും ഒരു വണ്ടിയും കൊണ്ട് വന്ന് കളക്ട് ചെയ്യുന്നത്. അത് തന്നെ അതൊത്തിരി ടൈം എടുക്കും. അപ്പം അവസാനം ഇതെല്ലാം കൂടെ ഒരു ടിപ്പ് റെന്റിനെടുത്ത് അതിൽ ടിപ്പിൽ കൊണ്ട് കളയേണ്ടി വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, അറിയാവുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, നമ്മൾ എങ്ങനെ ഈ വീട് വാടകയ്ക്ക് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പൊ പിള്ളേരൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നാട്ടിൽ പോയി കുറച്ച് നാളൊന്ന് നിൽക്കണം, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ ഓവർടേക്ക് ചെയ്തു അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് ഞാൻ പിന്നെ പറയാം. കാരണം എന്നെ കെട്ടിയോൻ നാട്ടുകാരനൊന്നുമല്ല, പുള്ളിയുടെ ആണ് ആക്ച്വലി ഡിസിഷൻ, എന്റെ ഡിസിഷൻ അല്ല. എനിക്ക് പിന്നെ നാട്ടിൽ പോകാൻ സന്തോഷമാണ്, അതുകൊണ്ട് നമ്മൾ കൂടെ നിന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വീടുള്ളവരാണെങ്കിൽ, എസ്പെഷ്യലി ലണ്ടനിലൊക്കെ വീടുള്ളവരാണെങ്കിൽ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഈ വീട് കൊടുക്കാൻ നോക്കിയിട്ട് വർക്കൗട്ട് ആയില്ല. ഇതുപോലെ കോർപ്പറേറ്റ് റെന്റൽ ചെയ്യുന്നവര് അവര് വീടെടുത്താല് നമ്മൾക്ക് ആ റെന്റ് കിട്ടുന്ന പൈസ നമുക്കൊരു നല്ല ഇൻകം ആണല്ലോ. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. കൊച്ചു പിള്ളേര് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പിള്ളേര് പള്ളിക്കൂടത്തിൽ പോണില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.